ഞാനില്ലേ ഇവിടെ നാട്ടിൽ വന്നിട്ട് പണിയൊന്നും ചെയ്യാതെ മടിച്ച് നല്ല സുഖിച്ചിരിക്കാം അങ്ങനെയൊക്കെ ഉള്ള ഉദ്ദേശത്തിൽ വന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പം എന്താ സംഭവിച്ചതെന്നറിയോ? മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്ന് പറയൂലേ, അതേപോലെയാണ് സംഭവം. കാരണം എന്ന് വെച്ചാൽ ഞാൻ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് പനി പിടിച്ചു. അന്ന് തന്നെ ഉമ്മാമ്മക്കും വയ്യായിരുന്നു. എനിക്ക് പൊടി പിടിച്ചത് പൊടിയും അതും ഇതൊക്കെ ആയി. ഞാൻ തുമ്മി 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 അങ്ങനെയൊക്കെ പനി പിടിച്ച് തൊണ്ടവേദനയായി. അങ്ങനെ ഭയങ്കര ഇടങ്ങാറായിരുന്നു. ഉമ്മാമ്മക്ക് പനി പിടിച്ച് ഉമ്മാമ്മ ഒരു 5-6 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. പിന്നെ ഡ്രൈവർ പണിയായിരുന്നു. അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോരാ, ഇങ്ങോട്ട് പോവാ ഇങ്ങോട്ട് വരാം. പണി എടുക്കണ്ടെന്ന് വിചാരിച്ച ഞാൻ അത് മാത്രം മതിയോ? ഉപ്പാപ്പ ഉണ്ടല്ലോ വീട്ടിൽ, ഫുഡ് ഉണ്ടാക്കണ്ടേ? എല്ലാ പണിയും തലയിലായി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെക്കേഷൻ മൂഡിൽ വന്ന് എന്താണ് വീട്ടിലെ പണിയിൽ നിന്നൊക്കെ ലീവൊക്കെ വിചാരിച്ചിട്ട് വന്നിട്ട് ഇവിടെ കട്ടപ്പണി എന്ന് പറഞ്ഞാൽ കട്ടപ്പണിയായിപ്പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നുണ്ടോ സുഖമില്ലാണ്ട്. ഇപ്പം എവിടത്തേക്കാണ് പോകുന്നതെന്ന് അറിയോ? ഇപ്പം ചെവി കേൾക്കുന്നില്ല നേരെ. പനിയൊക്കെ വന്ന് കഫമൊക്കെ വന്നതല്ലേ. അപ്പോൾ ഈ എൻഡിനെ കാണിക്കാൻ വേണ്ടി പോവാണ്. ചുരുക്കി പറഞ്ഞാൽ ഡ്രൈവർ പണി തന്നെ. ഇപ്പം ഇന്ന് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ബൈ. എല്ലാ ദിവസവും തളിപ്പറമ്പ് ടൗണിൽ വന്നിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും തളിപ്പറമ്പ് ടൗണിൽ വന്നിട്ട് ഇങ്ങനെ ചുറ്റിയടിക്കൽ തന്നെ പണി. എല്ലാ ദിവസവും അത് ഈ നട്ടുച്ചക്ക് നല്ല ചൂട് നല്ല വെയിൽ. ഇവിടെ ആണെങ്കിൽ പാർക്കിങ്ങിന് ഒരു സ്ഥലവും കിട്ടൂല. അപ്പം ഇന്നലെ വന്ന് ഇന്ന് വന്ന് മിന്നാന്ന് വന്ന് എല്ലാ ദിവസവും തളിപ്പറമ്പ് ടച്ച് ചെയ്തിട്ട് ഇവിടെ മുഖം കാണിച്ചിട്ട് ഇപ്പോൾ പോകുന്നുള്ളൂ. ഇതിനെൻ്റെ ചെടീൻ്റെ ഇലകൾ മൊത്തം തിന്ന് നിർത്തും കേട്ടോ. എല്ലാ ഇലകളും തിന്ന് നിർത്തും. എല്ലാ ഇലകളും തിന്ന് നിർത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തം ചെടികൾ നടാന്നുള്ളതാണ്. അപ്പം ഇവിടെ ഞാൻ ഓൾറെഡി ചെടികളൊക്കെ നട്ട് കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണുന്നുണ്ടാവില്ല, ഇപ്പോൾ ഇവിടെയൊക്കെ ചെടികൾ നട്ടു. പിന്നെ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ ചെടികൾ നട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കുറച്ച് ചെടികൾ ഉണങ്ങി വാടിയ കാണുന്നുണ്ടോ? ഇതിനൊരു കാരണമുണ്ട് കേട്ടോ. ആ കാരണം കൂടി ഞാനിതിൽ കാണിക്കാം. ഇതിൽ ഒരു വില്ലൻ വന്നിട്ട് ഇതിൻ്റെ ഇലകൾ മൊത്തം തിന്ന് തീർത്ത്. പിന്നെ എല്ലാ ഇലകളും ഞാൻ വിചാരിച്ചു കൊഴിഞ്ഞു പോയി, പക്ഷെ കൊതുകു മൊത്തം കൊതുകാണ്. ഇന്ന് നമ്മൾ ഇവിടെ ഒരു പൂന്തോട്ടം ഒരുക്കിയിട്ടാണ് ഉള്ളത്. ഇവിടെ ചെടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവിടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഞാൻ ഈ ഇരുന്ന ഭാഗം ഇവിടെ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് ഇവിടെ ചെടികൾ വെക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചതായിരുന്നു. അപ്പം ആദ്യം ഒരു തരം ചെടി, എനിക്കതിൻ്റെ പേരറിയില്ല, നമ്മൾ ഈ സോഫ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഡിസൈനൊക്കെ ചെയ്യുന്ന ചെടിയില്ലേ, ഞാൻ പേര് താഴെ കൊടുക്കട്ടോ ഗൂഗിളിൽ എഴുതിയിട്ട്. ആ ചെടിയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൻ്റെ വേര് നല്ലപോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അപ്പോഴാണ് ഇതേപോലെ പൂവുണ്ടാക്കുന്ന ഇതേപോലത്തെ ചെടികൾ കിട്ടിയത്. അപ്പം പിന്നെ ഞാൻ അത് മൊത്തം ഇവിടെ ഇങ്ങനെ നട്ടു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആക്കി വെച്ചതല്ലാതെ നമ്മൾ ചെടികളൊന്നും. ഇന്നത്തെ പരിപാടി എന്നുള്ളത് പൂന്തോട്ട നിർമ്മാണമാണ്. വീട്ടിൽ ചെറിയൊരു പൂന്തോട്ടം. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഇരിക്കുന്ന ഭാഗമില്ലേ, ഈ ഇരിക്കുന്ന ഭാഗത്ത് ചെടികൾ നടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കുഴി പോലെ ആക്കിയിട്ട് മണ്ണിട്ട് ഇതായിട്ടുണ്ടായിരുന്നു. ഇവിടെ ചെടികളൊന്നും ഇതുവരെ നട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പം ഇവിടെ ചെടികളൊക്കെ നട്ടു. ഈ പൂവുണ്ടാകുന്ന ഈ ചെടികളില്ലേ, അപ്പോൾ ഇതൊക്കെ നട്ടിട്ടുണ്ട്. ഇപ്പം അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും ഇത് മൊത്തം വളരാണെങ്കിലേ പൂവിട്ട് നല്ല അടിപൊളി ആവുള്ളൂ. പിന്നെ അതേപോലെ ഇവിടെ 2 ചെടികൾ ഇങ്ങനെ ഇതേപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇതിന്റെ ഇലകളൊക്കെ പോയി. ഇതിന്റെ ഇലകൾ പോവാൻ മെയിനായിട്ടൊരു കാരണമുണ്ട്. മെയിനായിട്ടൊരു കാരണമല്ല, ഒരു കാരണക്കാരനുണ്ട്. പിന്നെ ഈ ക്യാമറന്റെ ബാക്ക് ഭാഗത്തും കുറച്ച് ചെടികളൊക്കെ നട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബംഗാളിപ്പണി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഉമ്മ പറയാൻ എന്നോട്, നമുക്ക് തെങ്ങിന് കുഴി ഒഴിച്ചാലോ. ഉമ്മക്ക് കണ്ടിട്ട് എന്നെ കണ്ടിട്ട് ബംഗാളി എന്ന് തോന്നിയതായിരിക്കും. ഒക്കെ ഞാൻ കണ്ണൂരിലെ ആൻറ്റീൻ്റെ അടുത്തുനിന്ന് എടുത്തോണ്ടാവുന്ന ചെടികളാണ്. ഇതെല്ലാം ഒരേ തരത്തിലുള്ള ചെടികളാണ്. പിന്നെ ഇതൊരു തരം ചെമ്പരത്തിയാണ്. പിന്നെ അതേപോലെ ഇവിടെയും 2 ചെടികൾ. ഇത് നമുക്ക് അടുത്ത വീട്ടിലെ ആള് തന്നതാണ്. ഇത് പൂവുണ്ടാകുന്ന ചെടിയും കണ്ണൂരിലെ ആൻറ്റി തന്നതാണ്. പിന്നെ ഇവന്റെ കാരണം എന്താ അറിയോ? ഇവനിങ്ങനെ കുറേ ഇലകളൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇതൊക്കെ പറഞ്ഞു പോയി. അതിന്റെ ഇലകളൊക്കെ പോവാൻ കാരണക്കാരനായ ഒരാൾ ഇവിടെ ഉണ്ട്. പക്ഷെ അവൻ ഇവിടെ പോയി കാണുന്നില്ലല്ലോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ അവൻ എന്തായാലും കാണിച്ചു തരാം. രക്ഷപ്പെട്ടു പോയെന്നറിയില്ല. പിന്നെ ഇവന് കൊമ്പ് നട്ടാലാവോന്ന് അറിയില്ല, പക്ഷെ ഞാൻ നട്ടിട്ടുണ്ട് എന്തായാലും. പിന്നെ അതേപോലെ ഇവിടെയും ഒക്കെ ഈ റോസൊക്കെ ഞാൻ മുമ്പേ നട്ടതായിരുന്നു, പക്ഷെ ആവാത്തത് കൊണ്ട് പിന്നെയും ഇവിടെ മാറ്റി നട്ടു. ഇതിപ്പോൾ അവനാവോന്ന് അറിയില്ല. ഇവിടെയൊക്കെ ഞാൻ ചെടികൾ കൊണ്ട് ആറാട്ട് നടത്തിയിട്ടുണ്ട്. ഉണ്ടോ? ഇനി കുറച്ച് ചെടികൾ കൂടി വരാനുണ്ട്. ഇവിടെ ഞാൻ വെറുതെ ടൈൽസ് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തതായിരുന്നു.
അടിയിൽ ഇഷ്ടികൊക്കെ വെച്ചിട്ട് ഞാൻ ഒറ്റൊരാള് ഉമ്മ സഹായത്തിന് അങ്ങനെ ചെയ്തതായിരുന്നു. പിന്നെ ഇവിടെ ആണെങ്കിൽ ആദ്യം ഇതേപോലെ കെട്ടി ഉണ്ടാക്കിയതായിരുന്നു ചെടികൾ നടാൻ വേണ്ടിയിട്ടായിട്ട്. ഇതൊക്കെ ഞാൻ ഈ വേന്ന് വരുന്ന സമയത്ത് കൊണ്ടുവന്ന ചെടിച്ചട്ടികളാണ്. ഇനിയും കൊണ്ടുവരണം ഇൻഷാ അല്ലാഹ്. ഞാൻ വിചാരിച്ചതുപോലെ മറ്റവൻ എന്നെ കാണാതെ മുങ്ങി പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇവൻ വളരുന്നത് കാണാൻ എനിക്ക് പറ്റിയില്ല എന്ന് മാത്രം. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുക്കുന്നത് 2025 നവംബറിലാണ്. എന്നിട്ട് ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്ത് ഇടുന്നത്. അതിൻ്റെ മെയിൻ കാരണം എനിക്ക് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഇതിങ്ങനെ പെട്ടി കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായതുകൊണ്ടാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്ത് ഇടാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരും എന്നോട് നാട്ടിലെത്തിയോന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ നാട്ടിലെത്തിയിട്ടില്ലടാ. ഞാൻ ഈ വെക്കേഷനിൽ ഞാൻ ചിലപ്പോഴേ വരുള്ളൂ നാട്ടിൽ, ഉറപ്പൊന്നുമില്ല. പിന്നെ നമ്മുടെ ഈ പുഴു, ഇത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ പുഴുവിനെ സത്യം പറഞ്ഞാൽ എത്ര വീഡിയോ എടുത്തിട്ട് എനിക്ക് മതിയാവുന്നില്ലായിരുന്നു. അത് നടക്കുന്നതും തിന്നുന്നതും ബാക്കി ഞാൻ പറയുന്നില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഡ്രൈവർ പണി. UAE പോലും രാത്രി വണ്ടി എടുക്കാൻ മടിയുള്ള ഞാൻ നാട്ടിലെത്തിയിട്ട് ഇങ്ങോട്ട് വരുന്ന ലൈറ്റൊക്കെ അവഗണിച്ച് ഞാൻ വണ്ടി എടുക്കാൻ തുടങ്ങിയെന്നുള്ളത് ഐ അപ്രീഷിയേറ്റ് മൈസെൽഫ്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോഴേക്ക് ഇവിടെയൊക്കെ പച്ചപ്പ് തളിർക്കുകയും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അടുത്ത മറ്റൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ.